ഇപ്പം ഞാൻ പണ്ടൊക്കെ ഒരു 100-200 രൂപ കയ്യിൽ എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ആലപ്പുഴ പോയിട്ട് ഫാസിൽ സാറിനെ കാണാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. 1-2 തവണ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് വിളിച്ചു ചോദിക്കാനോ ഒന്നും സാധ്യതകളൊന്നും. അവിടെ ചെല്ലുമ്പോൾ പറയുന്നു സാറ് മദ്രാസിലാണെന്ന് പറയുമ്പോൾ തിരിച്ചു പോരുക, പിന്നെ ആ പൈസ കഴിഞ്ഞല്ലോ, പിന്നെ അടുത്തെപ്പോഴെങ്കിലും ആണല്ലോ അത്ര പൈസ വരുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെ സാധ്യതകൾ തുറന്നു വരാൻ ഷൊർണൂർ ഇപ്പോൾ ലോഹിയേട്ടനൊക്കെ ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാനൊക്കെ. ഞാൻ ചോദിക്കട്ടെ ഇർഷാദിന് ഏറ്റവും എളുപ്പം അന്ന് സാധ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് പോകാനായിരുന്നില്ലേ? അല്ലേ? അന്നത്തെ നമ്മുടെയൊക്കെ തലമുറയിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ആണുങ്ങൾ ആദ്യം ചെയ്യുന്നത് ഗൾഫിൽ പോകാൻ, പ്രത്യേകിച്ചും ഭയങ്കര ഗൾഫ് ബൂം ഉണ്ടായിരുന്നൊരു കാലമാണ്. എങ്ങനെ പിടിച്ചു നിന്നു? അതൊരു വലിയ ചോദ്യമാണ്. ഞങ്ങളുടെ മുസ്ലിം അത് പിന്നെ ഞങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗൾഫ് മലയാളികൾ ആദ്യകാലങ്ങളിൽ പോയ ഗൾഫിലേക്ക് പോയ ആൾക്കാരുള്ള മലയാളിക്കാരുണ്ടായിരുന്നു. അങ്ങനെ പ്രവാസികളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലമായിരുന്നു. ആ സ്ഥലത്ത് ഉപ്പ മരിച്ചിട്ട് 40 വർഷമായി. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഒരു അവസരം. ഉമ്മ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ജമീലത്താനെ കാണാൻ, അല്ലെ മൈമുനത്താനാണെങ്കിൽ ജമീലത്താനെ കാണാനോ, അല്ലെ അമ്മിണിച്ചിനെ കാണാനൊക്കെ പോകാന്നല്ലാണ്ട് അതിലപ്പുറത്തേക്കൊരു ലോകം. ഈ കൂടോടെ പറക്കുന്ന ചില കിളികളാണ് അവരൊക്കെ. അവർക്ക് ചിറകൊന്നുമില്ല, അല്ലെങ്കിൽ ചിറകുണ്ടെങ്കിൽ തന്നെ അലങ്കാരാവുന്നൊരു കമറുദ്ദീനാമയത്തിൻ്റെ ഒരു കവിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിങ്ങനെയാണ്, കൂടോടെ പറക്കുന്ന ചിലയിനം കിളികളുണ്ട്, ചിറകുകൾ അലങ്കാരമാണ് അവയ്ക്ക്, അബദ്ധത്തിൽ യജമാനോ അലിവ് തോന്നി വേലക്കാരനോ വാതിൽ തുറന്നു വെച്ചാലും പറന്നു പോകാത്തവ. നമ്മളവരെ എളുപ്പത്തിൽ സൈനബ, റുക്കിയ, ഫാത്തിമ, നബീസക്കുട്ടി എന്നൊക്കെ നീട്ടി വിളിക്കാറുണ്ടെന്ന് പറയുന്നത് അങ്ങനൊരു ഉമ്മയാണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയാം, സിനിമ എന്ന് പറയുന്നത് പോലും ഹറാമാക്കപ്പെട്ടൊരു വാക്ക് പോലും. അപ്പോൾ ഈ 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ പറയുന്ന വാക്കെന്ന് വെച്ചാൽ അവൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സിനിമയിൽ വലിയ വളർച്ച ഉണ്ടാക്കി, ആ സിനിമ പിന്നെ പക്ഷെ നമ്മ കുട്ടിക്കുപ്പായൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മ അങ്ങനെ 1-2 സിനിമകളൊക്കെ കണ്ടതായിട്ട് എനിക്ക്